കാസർഗോഡ് 1 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും വാക്ചാതുരി വിജയിക്കാൻ ഇത് മാർക്ക് ആന്റണിമാരുടെ കാലമല്ലെന്നും കാസർഗോഡ് ലോക്സഭാ ഇടത് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ 4.5 പതിറ്റാണ്ടിന്റെ ജനബന്ധം എതിരാളിയുടെ വാക്ചാതുരി കൊണ്ടും വാഗ്ധോരണി കൊണ്ടും തകർക്കാനാവില്ലെന്നും KPS പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീഡിയ ഫോർ ദ പീപ്പിൾ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൻ പ്രതികരണമാണ് LDF-നുണ്ടായത്. പുതിയ തലമുറയുടെ നല്ല നിലയിലുള്ള വോട്ടുകൾ പുതിയ തലമുറ ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് ചെയ്യുന്നതിനാണ് ഉദ്ദേശം. ഞാനിവിടെ ഒരു 4.5 പതിറ്റാണ്ട് കാലം പൊതുപ്പുറം നടന്ന ഒരാളാണ്. എനിക്ക് ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. LDF ആയിട്ടുണ്ട്, UDF എല്ലാ പാർട്ടിക്കാരുണ്ട്, പാർട്ടി ഇല്ലാത്തവരായിട്ടുമുണ്ട്. അപ്പം വാക്ചാത് ഇത് അങ്ങനെ അങ്ങനത്തെ മാർക്ക് ആൻ്റണിമാരൊന്നുമില്ല. ആൻ്റണി സ്പീച്ചൊന്നും ഇപ്പോൾ ഇല്ല. ഷേക്സ്പിയറുടെ നാടകമുണ്ടല്ലോ, അങ്ങനെയുള്ള മാർക്ക് ആൻ്റണിയുടെ കാലമൊന്നുമല്ലായിരുന്നു. ആളുകളെ വാക്ചാതുരി കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന കാലം പോയി. പ്രധാനമായിട്ട് അതിന് കാരണം മീഡിയാസാണ്. നിങ്ങൾ ഈ ഇലക്ട്രോണിക് മീഡിയ ഒക്കെ വന്നുകൊണ്ടുണ്ടല്ലോ, വാക്ചാതുരി കൊണ്ടൊന്നും നമ്മൾ മനസ്സുകൊണ്ട് പറയണം, നമ്മൾ വസ്തുതകൾ പറയണം. വാക്ചാതുരി കൊണ്ടോ വാഗ്മിത്വം കൊണ്ടോ ജനങ്ങളെ മയക്കിയെടുക്കാൻ കഴിയുന്ന മാർക്ക് ആൻ്റണിമാരുടെ കാലഘട്ടം ഇന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ PB അംഗം മുഖ്യമന്ത്രി പിണറായി ഈ 7 അസംബ്ലി മണ്ഡലങ്ങളുടെയും പാർട്ടി മണ്ഡലങ്ങൾ അദ്ദേഹം തന്നെ പങ്കെടുത്ത് ചേർന്ന് എണ്ണയിട്ട യന്ത്രം പോലെ അടുക്കും ചുറ്റോടും കൂടി മിനിറ്റ് വെച്ച് ഞങ്ങളുടെ സംഘടനാ സഭയിൽ ഇടപെടുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഉള്ള ഒരു ആക്ഷേപം LDF-നില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പൗരനായ 25 വയസ്സിലല്ലേ പൂർത്തിയായ ഏതൊരാൾക്കും മത്സരിക്കാം. അപ്പം ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് കാരണമോ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇടതുപക്ഷത്തിനില്ല. സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞങ്ങളൊന്നും പറയുന്നില്ല. സ്ഥാനാർത്ഥിയൊക്കെ നിശ്ചയിക്കേണ്ടത് അതാത് പാർട്ടിക്കാരാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് പറയാനും ഞങ്ങൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെ പറഞ്ഞവർക്കും ഏത് പൗരന്മാർക്കും നിശ്ചിത യോഗ്യതയുള്ളവർക്കും എവിടെയും മത്സരിക്കാമെന്നാണ് LDF-ൻ്റെ കാഴ്ചപ്പാട്. അതായത് തെറ്റിദ്ധരിച്ച് പറയുന്നത്. ഭൂരിപക്ഷം 1 ലക്ഷം കഴിയുമെന്നുറപ്പാണ്, അതിൽ സംശയമില്ല. അതിനപ്പുറത്തെ കാര്യം 2 ആഴ്ച കഴിഞ്ഞ് പറയാം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന് ജനങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട്. തനിക്കാണെങ്കിൽ മണ്ഡലത്തിലെ ജനങ്ങളുമായി 4.5 പതിറ്റാണ്ടിന്റെ ബന്ധമുണ്ട്. വാക്ചാതുരി കൊണ്ട് ഈ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. P. കരുണാകരൻ MP മണ്ഡലത്തിൽ എത്തിച്ച വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് വോട്ട് തേടുന്നത്. പരക്കെ കാണുന്ന വികസന പ്രവർത്തനങ്ങൾ വോട്ടാകും. ഇടതുപക്ഷ പ്രവർത്തകരുടെ വോട്ട് മാത്രമല്ല, ഇടതുപക്ഷത്തിന് പുറത്തുള്ള മതേതര വോട്ടും തനിക്ക് ലഭിക്കും. ജില്ലയുടെ ചരിത്രത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമായിരിക്കും ഉണ്ടാകാനിരിക്കുന്നത്. വികസനം മാത്രം മുന്നിൽ വെച്ചാണ് വോട്ട് തേടുന്നത്. ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിൽ എവിടെ നിന്നും മത്സരിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് മത്സരിക്കുന്നതിനെ മറുനാട്ടുകാരൻ എന്ന നിലയിൽ ഇടതുപക്ഷം ആക്ഷേപിക്കുന്നില്ലെന്ന് പറഞ്ഞ അദ്ദേഹം CPM-ൽ അടിയൊഴുക്കുകളൊന്നും ഇല്ലെന്നും എണ്ണയിട്ട യന്ത്രം പോലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് TA ഷാഫി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P. പത്മേഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വാർത്ത.